ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ ഈ നോൽമ്പിൻ്റെ സമയത്ത് എന്താ കഞ്ഞി നിങ്ങൾ പറയണ്ട, ഇത് നോൽമ്പിനൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു കഞ്ഞിയാണ് കേട്ടോ. നേരം വെളുത്ത് വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാതൊക്കെ ഇരുന്ന് പെട്ടെന്ന് തുറക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ക്ഷീണം വരാറില്ലേ? ആ ക്ഷീണം ഒന്നും വരാതെക്കാനുമായിട്ട് ഇതിപ്പോൾ അതൊരു കഞ്ഞി ഉണ്ടാക്കി കുടിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്, നമുക്ക് ക്ഷീണം മാറാനും പറ്റിയ നല്ലൊരു മരുന്നും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തുന്നത് പൊടിയേരിയാണ്. ഈ പൊടിയേരിൻ്റെ പകരം നിങ്ങൾക്ക് നെല്ലുത്തേരിയോ സാധാരണ നെയ്ച്ചോറൊക്കെ വെക്കണ നല്ല അരി വേണമെങ്കിൽ എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി അതിലേക്ക് വെള്ളം പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. ഇനി അത് വെന്ത് വരുമ്പോൾ നമുക്ക് അതിലേക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തിക്കണേ. അതിലേക്ക് പാകത്തിന് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ അതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതാണ്. ആ ചെറിയ ജീരകം പൊടി ഉണ്ടായതുകൊണ്ടാണ് പൊടി എടുത്തത്, പൊടി ഇല്ലാത്തതാണെങ്കിലും ചേർക്കട്ടോ. ഇനി അതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മല്ലിയാണ്, പച്ചമല്ലിയാണ് എടുത്തിക്കുന്നത്, പൊടിക്കാത്ത. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗരം മസാല ഒന്നും ചേർക്കാത്ത പച്ചമല്ലിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് 2 ചെറിയ ഉള്ളിയാണ്. അത് ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് അത് ചേർത്തിക്കണം കേട്ടോ. ഇനി ഇത് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ നല്ല മയത്തിൽ ഇതൊന്ന് അരച്ചെടുക്കണം ഇതുപോലെ തന്നെ. അപ്പോൾ അതിന് നമ്മൾ കഞ്ഞിയൊക്കെ ഒന്ന് വെന്തിക്കണം. ഇനി അതിൻ്റെ മൂടിയൊക്കെ തുറന്ന് തീയൊന്ന് ഓഫ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആദ്യം തന്നെ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പാകത്തിന് വെള്ളം ചേർത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് ഇളക്കി നമുക്ക് കുടിക്കാൻ പാകത്തിന് ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ തീമണ്ണ സമയത്ത് വെള്ളം കുറയുമ്പോഴാണ് ഇതേപോലെ ഒന്ന് വെള്ളം പറ്റില്ലാതായി പോകണം കേട്ടോ. കുക്കറിലാകുമ്പോൾ തോനെ വെള്ളം വെക്കാൻ പറ്റൂല. അപ്പോൾ ഏതായാലും നമുക്കിതൊന്ന് കട്ടയൊക്കെ ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്കിതൊന്ന് കുടിക്കാൻ പാകത്തിന് ലൂസാക്കി എടുക്കണം. ഇപ്പോൾ ഇതുപോലെ തന്നെ നല്ലൊന്ന് ഇളക്കി ലൂസാക്കി എടുത്തിക്കണം. ഇനി നമുക്ക് തീ കത്തിച്ചതിന് ശേഷം നമുക്ക് ഒന്നും ഇങ്ങോട്ട് ചൂടാക്കി എടുക്കണം. മൊത്തത്തിലൊന്ന് ചൂടായാൽ മതി, നല്ലോണം വെട്ടി തിളക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചൂടായി ചെറിയ കുമ്പിളകൾ വന്നിക്കണേ. ഇനി നമുക്കിതൊന്ന് വാങ്ങി വെക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് തൂമിച്ച് ചേർക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ചട്ടി ഞാൻ അവിടെ വെച്ചിക്കണേ. അതിലേക്ക് നമുക്ക് കുറച്ച് നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വളരെ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കഞ്ഞിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നെയ്യ് ഇങ്ങനെ തൂമിച്ചത് നിങ്ങൾക്ക് ഒഴിവാക്കാം. കാരണം വെച്ചാൽ ആ സമയത്ത് നെയ്യൊക്കെ കൂട്ടാൻ ഭയങ്കര അസ്വസ്ഥതയുള്ളവർക്ക് നെയ്യ് ഒഴിവാക്കാം. അല്ലാതെ നമ്മളെ കഞ്ഞി കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഈ നെയ്യും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. അത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കട്ടോ. ഏതായാലും നമ്മുടെ കഞ്ഞിയോടെ റെഡിയാക്കണം. നമ്മൾ തൂമിച്ചതൊക്കെ ഒഴിച്ച് നല്ലോണം ഇളക്കി കൊടുത്തപ്പോൾ നമ്മൾ നല്ല സ്മെല്ലാണ് ഈ കഞ്ഞിക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി കഞ്ഞിയോടെ റെഡി ആക്കണേ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് കാണാനും കഴിക്കാനൊക്കെ ഭംഗിയിൽ ഒരുപാട് റെസിപ്പി ഇനിയും വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.